വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷ 2024-25 മാത്തമാറ്റിക്സിന്റെ ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 1ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്കൂൾ കലോത്സവം. Look at the points scored by various districts in the state school കലോത്സവം this year. താഴെ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തില് പല ഡിസ്ട്രിക്ട്സ്, പല ജില്ലകൾ നേടിയ പോയിന്റ്സ് ആണ്. ഇനി ഈ പട്ടിക നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഡിസ്ട്രിക്ട്സ് won the first prize in the കലോത്സവം at how many points did they score? ഇതില് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ഏത് ജില്ലയാണ്, എത്ര പോയിന്റ് ആണ്, രണ്ടും എഴുതണം. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 1008. 1000 എത്രയാണ്? 8 ആണ്. ഏത് ജില്ലയാണ് നേടിയിരിക്കുന്നത്? തൃശ്ശൂർ അല്ലേ? ഏതാണ് മക്കളെ? തൃശ്ശൂർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ പോയിന്റ്സ് ഓഫ് ദ ടോപ്പ് 3 ഡിസ്ട്രിക്ട്സ് ഇൻ ഓർഡർ. ഇതില് ടോപ്പിൽ വന്നിരിക്കുന്ന 3 ഡിസ്ട്രിക്ട്സിന് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആർക്കാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആർക്കാണെന്ന് നമുക്ക് പറഞ്ഞു. ഡിസ്ട്രിക്റ്റിന്റെ പേരല്ല എഴുതേണ്ടത്, ഇവിടുത്തെ പോയിന്റ്സ് ആണ് ഓർഡറിൽ എഴുതേണ്ടത്. ഏതാണ്? ആദ്യം എത്രയാണ്? 1008 തൃശ്ശൂര്. പിന്നെ ആരാ വന്നിരിക്കുന്നത്? 1007 പാലക്കാട്. പിന്നെ ആരാണ് മക്കളെ? പിന്നെ വന്നിരിക്കുന്നത് കണ്ണൂരാണ് അല്ലെ? കണ്ണൂര് 1003. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോർ പോയിന്റ് ഡിഡ് തൃശ്ശൂർ മോർ ദാൻ എറണാകുളം? എറണാകുളത്തിനേക്കാൾ എത്ര കൂടുതലുണ്ട് തൃശ്ശൂരിന്? എറണാകുളത്തിന് എത്രയാണ്? 980 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തൃശ്ശൂരിന് എത്രയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? 1008. തൃശ്ശൂരിന് എത്രയാണ്? 1008 ആണ്. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 980 മൈനസ് ചെയ്യണം. കൂടുതൽ എത്ര കിട്ടിയെന്ന് അറിയാൻ 980 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 28. എറണാകുളത്തിനേക്കാൾ 28 പോയിന്റ്സ് കൂടുതലാണ് ആർക്ക്? തൃശ്ശൂരിന്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. നോക്കൂ, സ്പൈസ് സ്റ്റോർ. സീ ദ പ്രൈസ് ലിസ്റ്റ് ഓഫ് അങ്ങാടിക്കവല സ്പൈസ് സ്റ്റോർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ താഴെ തന്നിരിക്കുന്നത് ഒരു കടയിലെ എന്താണ് കുറെ സാധനങ്ങളുടെ പൈസയും എത്ര ഉണ്ട് എന്നൊക്കെയാണ്. അതിൻ്റെ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. പ്രൈസ് ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. വില വിവര പട്ടികയാണ് തന്നിരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് എയില് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അരേക്കനട്ട് 7820, 7820. അതായത് ടണ്ണിൽ അത് എഴുതുമ്പോൾ എത്രയാണ്? 7 ആണ്. 7820 കിലോന് ടണ്ണിൽ എഴുതുമ്പോൾ 7, ക്വിൻ്റലിൽ എഴുതുമ്പോൾ 8 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കിലോഗ്രാം എത്രയാണ്? കിലോഗ്രാമിന് എത്രയാണ്? 20 ആണ് പൈസ പറഞ്ഞിരിക്കുന്നത്. കിലോഗ്രാം 20. ഇനി കോക്കനട്ട് പറഞ്ഞിട്ടുണ്ട് 6540 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോക്കനട്ട് 6540 ആണ്. 40 കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇനി ടൺ എന്ന് പറഞ്ഞാൽ എത്രപ്പ? 6 ടണ്ണാണ് അല്ലേ? 6 ടൺ 5 ക്വിൻ്റൽ. അപ്പൊ എത്രയാണ്? 40 കിലോഗ്രാം. 40 കിലോഗ്രാം. അടുത്തത് എത്രയാണ്? റബ്ബർ ഷീറ്റിന്റെ ആണ്. നമുക്ക് 8985 കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ വെയിറ്റ് 8 ടണ്ണാണ്. അപ്പൊ ക്വിൻ്റൽ എത്ര എഴുതും നമ്മള്? ക്വിൻ്റല് 9 ക്വിൻ്റലാണ്. എത്രയാണ്? 9 ക്വിൻ്റൽ. 9 ക്വിൻ്റലിനാണ് എത്ര എഴുതും? 85 കിലോഗ്രാം. ഇനി അടുത്തത് ബ്ലാക്ക് പെപ്പർ. 2135 അല്ലേ? 2135. അപ്പോൾ എത്ര ടണ്ണാണ്? 2 ടണ്ണാണ്. എത്ര ക്വിൻ്റലാണ്? 1 ക്വിൻ്റലാണ്. ഇനി എത്ര കിലോഗ്രാം? 35 കിലോഗ്രാം. അപ്പം ഇങ്ങനെയാണ് ടേബിള് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇഫ്
cardamom is filled equally in 9 sacks, what would be the weight of 1 sack? ഇങ്ങനെ കാഡമം ഏലക്കനെ നമ്മൾ 9 ചാക്കിലായിട്ട് എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. വാട്ട് വുഡ് ബി ദ വെയിറ്റ് ഓഫ് 1 സാക്ക്? അങ്ങനെയാണെങ്കിൽ ഒരു ചാക്കിലെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്രയാണ്? 450 ആണെന്നാണ് പറയുന്നത്. അപ്പൊ 450 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 9 ചെയ്യണം. 450 ഡിവൈഡ് ബൈ 9. അപ്പൊ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അതായത് ഇപ്പൊ ഒരു ചാക്കിൽ എത്ര വെയിറ്റ് ഉണ്ടാവും? 50 കിലോഗ്രാം എന്തുണ്ടാവും? വെയിറ്റ് വെച്ച് ഉണ്ടാകും. ഇനി ആക്ടിവിറ്റി 3 പ്ലേസ് വാല്യൂ സ്ട്രിപ്സ് ആണ്. ഇവിടെ കുറച്ച് പ്ലേസ് വാല്യൂ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് എനി 3 5 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദിസ് നമ്പർ സ്ട്രിപ്സ്. ഈ നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏതെങ്കിലും 5 ഡിജിറ്റ് നമ്പേഴ്സ് 3 എണ്ണം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം അല്ലേ? അപ്പൊ 5 8 9 8 2 ഇതൊരു 5 ഡിജിറ്റ് ആണ്. 1 2 3 4 5 അല്ലേ? 58,000 എത്രയാണ്? 58,982 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം മൂന്നെണ്ണം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യനിൽ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്സ്. ഈ നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 58,989 അല്ലെ? 58,989 ഇനി സി ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്സ്. തന്നിരിക്കുന്ന നമ്പർ സ്ട്രിപ്സിൽ നമ്മൾ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചു അല്ലെ? അതിൽ നിന്ന് എന്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ്? 4 ഡിജിറ്റ്, ഏറ്റവും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 8,989 അല്ലെ? 8,989 അപ്പോ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ 50,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. കാറ്റാടിക്കാവല LP സ്കൂൾ ക്രിയേറ്റഡ് എ മോഡൽ ഓഫ് മാത്സ് പാർക്ക് പുട്ട് വിത്ത് എ പെരിമീറ്റർ ഓഫ് 48 സെന്റിമീറ്റർ ഫോർ ദ സ്കൂൾ മാത്സ് ഫെയർ. എന്താണ്? സ്കൂൾ മാത്സ് ഫെയറിന് വേണ്ടിയിട്ട് LP സ്കൂള്, കാറ്റാടിക്കാവല LP സ്കൂളിൽ ഒരു മാത്സ് പാർക്കിന്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 48 സെന്റിമീറ്റർ ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് മക്കളെ? Find the possible measures of length and breadth of a model and put a tick mark on the right answer. ഈ പെരിമീറ്റർ 48 കിട്ടാൻ പാകത്തിന് ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ബിയും ഡിയുമാണ് ശരിയായ ഉത്തരം. ബിയും ഡിയുമാണ് ശരിയായ ഉത്തരം. എനിക്ക് രണ്ട് സൈഡും എന്താണ്? 15 ഇവിടെ എത്രയാണ്? 9 9. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 48 കിട്ടും. അതുപോലെ ഇതും രണ്ട് സൈഡും എത്രയാണ്? 14 10 അപ്പൊ നമുക്ക് 48 പെരിമീറ്റർ ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ 48 കിട്ടും. 12 ആണ് ശരിയായ ഉത്തരം. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. സജു ആൻഡ് രാഹുൽ കട്ട് എ റെക്ടാംഗിൾ ഓഫ് മെഷറിംഗ് 12 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് 9 സെന്റിമീറ്റർ ബട്ട് ഇൻ 2 ഈക്വൽ ഹാഫ്സ്. ദ പിക്ചർ ബിലോ ഷോ ദ ഡീറ്റെയിൽസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സജുവും രാഹുലും എന്താണ് 12 സെന്റിമീറ്റർ ലെങ്ത് 9 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ളതിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് അതിന്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ പാർട്ട് കട്ട് ബൈ സജു? സജു കട്ട് ചെയ്തതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? അപ്പൊ നോക്കിയേ, ഇവിടെ രണ്ട് സ്ഥലത്തും ലെങ്ത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ഇവിടെ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. ഇതിനെങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 12 ആണ്. ഈ കറക്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ കട്ട് ചെയ്തേക്കണം. ഇവിടെ 12 മൊത്തമാണ് എന്തെന്ന് പറയണത് മക്കളെ? 12. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ദാ ഇവിടെയുള്ള പാർട്ട് അല്ലെ? ഇത്രയും പാർട്ട് എത്രയായിരിക്കും? പകുതി ആയിരിക്കും. അപ്പൊ എത്രയായിരിക്കും? 6 വീതം. 12ന്റെ പകുതി 6 വീതം അല്ലേ? അപ്പൊ 6 ആയിരിക്കും. അപ്പൊ മൊത്തം ഇത് 9 തന്നെയായിരിക്കും അല്ലെ? ഇതിന്റെ ലെങ്ത് സെയിം ആണ്. അപ്പോ മൊത്തം എത്രയാണ്? 6 + 9 + 9
അപ്പൊ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 30 സെന്റിമീറ്റർ എന്നാണ്. ഇനി വാട്ട് ഇസ് പെരിമീറ്റർ ഓഫ് ദ പാർട്ട് കട്ട് ബൈ രാഹുൽ? ഇതുപോലെ രാഹുലിന്റെയും ചെയ്യണം. രാഹുലിന്റെയും കട്ട് ചെയ്തേക്കണതിന്റെ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് എത്രയായിരിക്കും? 36 സെന്റിമീറ്റർ. 36 സെന്റിമീറ്റർ എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ദ കോസ്റ്റ് ഓഫ് കാർഡ്ബോർഡ് ഈസ് ₹140 പെർ മീറ്റർ. ഒരു മീറ്ററിന് എത്ര രൂപയാണ്? 140 രൂപയാണ് ഒരു കാർഡ്ബോർഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് 24 മീറ്റേഴ്സ് ഓഫ് കാർഡ്ബോർഡ് വാസ് പർച്ചേസ്ഡ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര മീറ്റർ കാർഡ്ബോർഡ് പർച്ചേസ് ചെയ്തു? 24 മീറ്റർ കാർഡ്ബോർഡ് പർച്ചേസ് ചെയ്തു. ഹൗ മച്ച് മണി വിൽ ബി പെയ്ഡ് അറ്റ് ദ ഷോപ്പ്? അപ്പൊ എത്ര രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു മീറ്ററിന് എത്രയാണ്? 140. അങ്ങനെയാണെങ്കിൽ എത്ര മീറ്റർ മേടിച്ചിട്ടുണ്ട്? 24 അല്ലെ? അപ്പൊ 140 ഇൻറ്റു 24 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 3360 ഉത്തരം കിട്ടും. ആക്ടിവിറ്റി 5 നോക്കാം. സഹവാസ ക്യാമ്പ്. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സഹവാസ ക്യാമ്പ് കണ്ടക്റ്റഡ് ബൈ അങ്കലക്കരി LP സ്കൂൾ ഫോർ സ്റ്റുഡൻസ്. അതെന്താണ്? ഈ LP സ്കൂള് അല്ലെ ഒരു സഹവാസ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി എക്സ്പെൻസ് ആയേക്കുന്ന ഓരോന്നിനും വേണ്ടി എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ടെന്നാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഫുഡിന് വേണ്ടി 12,300, ഫീൽഡ് ട്രിപ്പിന് പോകാനുള്ള വെഹിക്കിളിന് 4,200, സ്റ്റേഷനറി ഐറ്റംസിന് 950. ഇനി നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ സഹവാസ് ക്യാമ്പ്? അപ്പം മൊത്തം എത്ര ഈ ക്യാമ്പിനായി? അപ്പൊ എന്താ എഴുതാ മതി? എല്ലാം കൂടെ കൂടി പ്ലസ് ചെയ്താൽ മതി. 12,300, 4,200 പ്ലസ് 950 എല്ലാം കൂടെ കൂടി പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 17,450 രൂപ എന്ന് കിട്ടും. 17,450 രൂപ. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ദ സഹവാസ ക്യാമ്പ് റിസീവ്ഡ് എ ഡൊണേഷൻ ഓഫ് ₹15,000 50,000 PTA given the remaining amount. How much amount was paid by the PTA? അവർക്ക് ക്യാമ്പിന് വേണ്ടിയിട്ട് ഡൊണേഷൻ ആയിട്ട് എത്ര കിട്ടി? 15,000 രൂപ കിട്ടി. ബാക്കി കൊടുത്തത് ആരാണ്? PTA ആണ്. അപ്പൊ PTA കൊടുത്തത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 15,000 നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? അല്ല, ടോട്ടൽ എമൗണ്ടിന് നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് എത്രയായിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ? 17,450 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 17,450 ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡൊണേഷൻ കിട്ടിയത് എത്രയാണ്? 15,000. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. എത്രയാണ്? 2,450 രൂപ. അത്രയുമാണ് PTA കൊടുത്തത്. ഈ സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യനില് ബിലോ ദ ഇറ്റ്സ് പാറ്റേൺ മെയ്ഡ് ആസ് എ പാർട്ട് ഓഫ് മാത്സ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്യാമ്പ് കംപ്ലീറ്റ് ദ പാറ്റേൺ ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ്. നമുക്ക് ഈ ഇത് നോക്കിയിട്ട് അടുത്ത പാറ്റേൺ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വരും? ഇവിടെ 2, 4 കഴിഞ്ഞിട്ടാണ് ആ 4 എടുത്തേക്കണം. ഇവിടെ 8 കണ്ട 16. അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 16 ആയിരിക്കും. അടുത്ത എത്രയായിരിക്കും? 4, 8, 16, 32 വരികയാണ് അല്ലേ? പിന്നെ നെക്സ്റ്റ് എത്രയാണ്? 8, 32, 128, പിന്നെ എത്രയാണ്? 512. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡിയില് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 240 കളർ പേപ്പർ ഷീറ്റ്സ് വെയർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് എമംഗ് 40 ചിൽഡ്രൻ ഫോർ ഒറിഗാമി ആക്ടിവിറ്റീസ്. ഒറിഗാമി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് 40 കുട്ടികൾക്ക് 240 കളർ പേപ്പർ ഷീറ്റ്സ് ഈക്വൽ ആയിട്ട് കൊടുത്തു. ഹൗ മെനി കളർ പേപ്പർ ഷീറ്റ്സ് വിൽ ഈച്ച് ചൈൽഡ് കിട്ടും? ഓരോ കുട്ടിക്കും എത്ര കളർ പേപ്പർ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടാകും? അപ്പൊ എന്ത് ചെയ്താൽ മതി? 240 ഡിവൈഡഡ് ബൈ എത്ര ചെയ്താൽ മതി? 40 ഹരിച്ചാൽ മതി അല്ലേ? അപ്പൊ ഓരോ കുട്ടികൾക്കും എത്ര വീതം കിട്ടിയെന്ന് കിട്ടും. ഏതാണ് ഉത്തരം? 6. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫ്ലവർ ഷോ. ദ വിസിറ്റേഴ്സ് ഹു കെയിം ടു സീ ഫ്ലവർ ഷോ പാർക്ക്ഡ് their vehicles in the ground. There were total of 115 vehicles. The parking charges are as follows. എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നേ? കുറച്ച് ആൾക്കാർ ഒരു ഫ്ലവർ ഷോ കാണാൻ വന്നു അല്ലെ? അവരൊരു ഗ്രൗണ്ടിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തു. മൊത്തം എത്ര ആ പാർക്കിൽ എത്ര വണ്ടികളുണ്ട്? ആ ഗ്രൗണ്ടിൽ എത്ര വണ്ടികളുണ്ട്? 115 വണ്ടികളാണുള്ളത്. ഓരോ വണ്ടിയുടെയും പാർക്കിംഗ് ചാർജുകൾ അവിടെ തന്നിട്ടുണ്ട്. ഒരു ബൈക്കിന് 5 രൂപ, ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് 15 രൂപ, കാറിന് 20 രൂപ. ഇനി അങ്ങനെയാണെങ്കിൽ താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കും. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദ പാർക്ക്ഡ് കാർസ് ആർ 124, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് കാർ?
ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ വീലിന്റെ എണ്ണം എന്ന് പറയുന്നത് 124ആണ്. 124ആണ് കാറുകളുടെ ടോട്ടൽ വീലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു കാറിന് എത്ര വീലുണ്ട്? 4 വീലാണുള്ളത് അല്ലേ? അപ്പൊ മൊത്തം അവിടെ എത്ര കാർ ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 124 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 31 കിട്ടി. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മണി വിൽ ബി കളക്റ്റഡ് ആസ് പാർക്ക് ചാർജ് ഫോർ കാർസ്? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാറുകൾക്ക് 31 കാറുകൾക്ക് കൂടി അവിടെ എത്ര രൂപ അവർക്ക് കിട്ടിക്കാണും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാറിന്റെ ഫീസ് എത്രയാണ്? 20 ആണ്. മൊത്തം എത്ര കാറുണ്ട്? 31. അപ്പോൾ ഒരു കാറിന് 20 ആണ് അല്ലെ? അപ്പൊ 31 × 20 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 620 കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ടോട്ടൽ ഓഫ് ₹340 വാസ് റിസീവ്ഡ് ആസ് പാർക്കിംഗ് ചാർജ് ഫോർ 2 വീലേഴ്സ്. 2 വീലേഴ്സിന് മൊത്തം അവർക്ക് 340 രൂപ കിട്ടി. 340 രൂപയാണ് അവർക്ക് മൊത്തം 2 വീലേഴ്സിൽ നിന്ന് കിട്ടിയത്. സോ ഹൗ മെനി 2 വീലേഴ്സ് വെയർ ദർ? അങ്ങനെയാണെങ്കിൽ എത്ര 2 വീലർ അവിടെ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് മൊത്തം കിട്ടിയത് 340 ആണ്. ഒരു 2 വീലറിന് എത്ര രൂപയാണ്? 5 രൂപയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 340 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പൊ എത്ര ബൈക്കുകൾ ഉണ്ടെന്ന് കിട്ടി? എത്രയാണ്? 68 ബൈക്കുകൾ ഉണ്ടെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓട്ടോറിക്ഷാസ് വെയർ പാർക്ക് ദർ? അവിടെ എത്ര ഓട്ടോറിക്ഷ അങ്ങനെയാണെങ്കിൽ പാർക്ക് ചെയ്തു എന്നാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് കാറുകളും ടോട്ടൽ ബൈക്കുകളും നമുക്ക് കിട്ടി ഇല്ലേ? എത്രയാണ്? 68 ബൈക്കുകളും പ്ലസ് എത്ര കാറാണ്? 31 കാറുകളും കിട്ടി അല്ലേ? 68 + 31. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വണ്ടികളുടെ എണ്ണം എത്രയാണ്? 115 ആണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 115 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. 115 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? 16 ഉത്തരം കിട്ടും. എത്രയാണ്? 16. അപ്പൊ എത്ര ഓട്ടോറിക്ഷ ഉണ്ട് അവിടെ? 16 ഓട്ടോറിക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായി കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.